യുഎയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് ഇവിടെയുള്ള നമുക്കറിയാം. പക്ഷെ അതിന്റെ ഇരട്ടിയാക്കിയിട്ടാണ് നാട്ടിലുള്ള ന്യൂസ് ചാനൽസും മീഡിയാസും ഒക്കെ നാട്ടിൽ അവതരിപ്പിക്കുന്നത്. ആഷ്ന, നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മളെ ആരൊക്കെ വാല്യൂ ചെയ്യുന്നുണ്ട്, അത് കണക്കിന് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യുഎയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് ഇവിടെയുള്ള നമുക്കറിയാം. പക്ഷെ അതിന്റെ ഇരട്ടിയാക്കിയിട്ടാണ് നാട്ടിലുള്ള ന്യൂസ് ചാനൽസും മീഡിയാസും ഒക്കെ നാട്ടിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ അവരുടെ TRP റേറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മളെ കണക്കുള്ള GCC ആൾക്കാർ ഒക്കെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി, പക്ഷെ അതിനെ പൊലിപ്പിച്ചിട്ട് അവരുടെ റേറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയുടെ ഇമോഷൻസും ഫീലിംഗ്സും മനസ്സിലാക്കാതെ പല കോപ്രായങ്ങളും കാണിച്ചു. അത് മാത്രമല്ല, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള യുഎയിലുള്ള ഒരാൾ തന്നെ പറയുന്നത്, ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ വിളിച്ച് തിരക്കാത്ത ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആരായിക്കോട്ടെ, ഞാൻ നാട്ടിൽ വരുമ്പോൾ അവർക്കൊന്നും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കണം, ഒരു ഫണ്ണി വെയിൽ. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ അതിന് വേറൊരു സൈഡ് കൂടി ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്നെ വിളിച്ച് അന്വേഷിക്കുമെന്ന് വിചാരിച്ച ഒരുപാട് പേര് ഓക്കെ എന്നെ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാർ പേഴ്സണലി എനിക്ക് വിളിച്ചിട്ട് നീ സേഫ് ആണോ, നീ ഓക്കെ അല്ലേ, ഓക്കെ ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം ഞാനും എക്സ്പീരിയൻസ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഓക്കെ നമ്മൾ ഭയങ്കര ചങ്കാണ്, ബോണ്ടാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്ന കുറേ ഫ്രണ്ട്സ് നമുക്ക് ഓക്കെ നമ്മളെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതേ കണക്ക് തന്നെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ആരൊക്കെ കാണുമെന്നുള്ളതും കാണത്തില്ല എന്നുള്ളതും ഈ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി.